Welcome back to Bosco Campus Vision. This is Nancy, Assistant Professor, Department of Computer Application, Don Bosco College, Kottayam. This is the 7th lecture of Computer Application for Publications. Topic: Adding new slides in PowerPoint. In the previous lectures, we are discussing what is PowerPoint, what are its features, then components of PowerPoint, then creating blank presentation, then creating an installed template, then using an online template, etc. Today's lecture we are discussing adding new slides to PowerPoint. When you create a new presentation, by default it has only one slide. However, you have to add new slides to complete the presentation. In order to add a new slide to the presentation, perform the following steps. Click the Home tab, then in the Slides group, the New Slide button, a menu containing different slide layout appears. Then click a layout for the new slide you want to add to your presentation. A new slide based on the selected layout is added to the presentation. അതായത് എങ്ങനെയാണ് നിങ്ങളുടെ പ്രസൻറ്റേഷൻ്റെ അകത്ത് ഒരു സ്ലൈഡ് ആഡ് ചെയ്യുന്നതെന്നുള്ളത് പറഞ്ഞേക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ എങ്ങനെയാണ് ഒരു ബ്ലാങ്ക് പ്രസൻറ്റേഷൻ ക്രിയേറ്റ് ചെയ്തതെന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ലെക്ചേഴ്സിൻ്റെ അകത്ത് പഠിച്ചായിരുന്നു. അപ്പോൾ ആ ബ്ലാങ്ക് പ്രസൻറ്റേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഒരൊറ്റ സ്ലൈഡ് മാത്രമേ നമ്മുടെ പ്രസൻറ്റേഷൻ്റെ അകത്ത് കാണത്തുള്ളൂ. പ്രസൻറ്റേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് നമ്പർ ഓഫ് സ്ലൈഡ്സ് വേണം, നമ്മുടെ ഒരു സ്ലൈഡ്സ് വേണം. അപ്പോൾ അതെങ്ങനെയാണ് ആ സ്ലൈഡുകൾ ആഡ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അതിൽ നമ്മൾ ഹോം ടാബിൽ പോകുന്നു. അത് കഴിഞ്ഞ ശേഷം അതിൻ്റെ അകത്ത് തന്നെ സ്ലൈഡ്സ് ഗ്രൂപ്പിൻ്റെ അകത്ത് ന്യൂ സ്ലൈഡ് എന്ന് പറഞ്ഞ ഒരു മെനു ഉണ്ട്, അതായത് ന്യൂ സ്ലൈഡ്. ആ ന്യൂ സ്ലൈഡിൻ്റെ അകത്ത് ആരോ ക്ലിക്ക് ചെയ്യുമ്പം എന്തായിരിക്കും, കുറേ ലേഔട്ടുകൾ വരും. അതായത് നമ്മുടെ ഒരു സ്ലൈഡിൻ്റെ അകത്ത് നമുക്ക് ടോപ്പിക്ക് എഴുതിയിട്ട് അതിൻ്റെ അകത്ത് കണ്ടൻറ്റ് എഴുതണോ, അല്ലെങ്കിൽ കണ്ടൻറ്റ് നമ്മൾ രണ്ട് സൈഡിലായിട്ട് കോളം വൈസ് എഴുതണോ, അതെങ്ങനെ വേണം എന്നുള്ള ഒരു ലേഔട്ട്, ഒരു ഓവറോൾ വ്യൂ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമുക്കിഷ്ടമുള്ളത് നമുക്കതിൽ നിന്ന് സെലക്ട് ചെയ്ത് എടുത്താൽ മതി. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ എത്ര സ്ലൈഡ് വേണോ നമുക്ക് അങ്ങനെ ഇതിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും, ആഡ് ചെയ്യാൻ പറ്റും. ആദ്യം പിന്നെ ഇൻ ദ സ്ലൈഡ്സ് ഗ്രൂപ്പ് ക്ലിക്ക് ദ ഡൗൺ ആരോ ന്യൂ സ്ലൈഡ് ബട്ടൺ. എ മെനു കണ്ടെയ്നിങ് ഡിഫറെൻറ്റ് സ്ലൈഡ് ലേഔട്ട് അപ്പിയേഴ്സ്. Click a layout for the new slide you want to add to your presentation. A new slide based on the selected layout is added to the presentation. അത് നമുക്ക് ഏത് ലേഔട്ട് വേണം അടുത്ത സ്ലൈഡ് എന്ന് ഡിസൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ എടുക്കുന്നത്. അല്ല നമുക്ക് ഒരേ ലേഔട്ടിൻ്റെ തന്നെ ഡിഫറെൻറ്റ് കോപ്പീസാണ് നമുക്ക് അടുത്ത സ്ലൈഡുകളിൽ വേണമെന്നെങ്കിൽ ആ സ്ലൈഡിൻ്റെ അവിടെ കൊണ്ടുവന്ന് എൻ്റർ കീ അടിച്ചാലും മതി. അതായത് ലെഫ്റ്റ് പാനിൻ്റെ അകത്ത് പോയി ആ ഒരു സ്ലൈഡ് ആയിരിക്കുമല്ലോ ഓപ്പൺ ചെയ്തേക്കുന്നത്, അവിടെ വന്ന് എൻ്റർ കീ അടിക്കുവാണെങ്കിൽ ആ സെയിം ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി എന്ത് ചെയ്താൽ താഴെ നമുക്ക് കിട്ടും. ഇല്ല, ഈ ന്യൂ സ്ലൈഡിൽ പോയി നമുക്ക് വേണ്ടുന്ന ലേഔട്ട് പറഞ്ഞു കൊടുക്കുക. അതായത് കണ്ടൻറ്റ്, സബ് ടൈറ്റിൽ, ടൈറ്റിൽ, അങ്ങനെയൊക്കെയുള്ള ലേഔട്ട്സ് ഉണ്ട്. ഡിഫറെൻ്റ് ആയിട്ടുള്ള ലേഔട്ട്സ് നമുക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തത്, ഇങ്ങനെ എടുക്കുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ഹൗ ക്യാൻ വി ക്രിയേറ്റ് എ ഡ്യൂപ്ലിക്കേറ്റ് സ്ലൈഡ്. സംടൈംസ് you have to repeat a slide in some parts of your presentation. Then you have to create a duplicate slide or copy of existing slide. അതായത് ചില സമയങ്ങളിൽ നമുക്ക് ഒരേ സ്ലൈഡിൻ്റെ തന്നെ എന്താണ് കോപ്പി വേണ്ടി വരും, അല്ലേ, റിപ്പീറ്റേഷൻ വേണ്ടി വരും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വീണ്ടും സ്ലൈഡ് ക്രിയേറ്റ് ചെയ്ത് ടൈപ്പ് ചെയ്യാൻ നിൽക്കേണ്ട കാര്യമില്ല. നമുക്ക് അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി, ആ എക്സാക്റ്റ് കോപ്പി തന്നെ നമുക്ക് എടുക്കാൻ പറ്റും. The slide so created will have the same layout and contents as that of the original slide. അതായത് ഒറിജിനൽ സ്ലൈഡിൻ്റെ സെയിം കോപ്പി തന്നെ നമുക്ക് വീണ്ടും എന്ത് ചെയ്യാൻ പറ്റും, ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അതിനാണ് താഴെ പറഞ്ഞിരിക്കുന്ന സ്ലൈഡ്. സെലക്ട് ദ സ്ലൈഡ് ആഫ്റ്റർ വിച്ച് യു വാണ്ട് ആഡ് എ ന്യൂ സ്ലൈഡ്. ക്ലിക്ക് ഓൺ ദ ഹോം ടാബ്. ക്ലിക്ക് ഓൺ ദ ന്യൂ സ്ലൈഡ് ബട്ടൺ ഇൻ ദ സ്ലൈഡ്സ് ഗ്രൂപ്പ്. എ മെനു അപ്പിയേഴ്സ്. Click on Duplicate Selected Slides option. A duplicate slide on the selected slide will be added to the presentation. അതായത് നമുക്ക് ഏത് സ്ലൈഡിൻ്റെ ആണോ ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി വേണ്ടത് ആ സ്ലൈഡ് ആദ്യം ഒന്ന് സെലക്ട് ചെയ്യുക. അതായത് ഈ ലെഫ്റ്റ് സൈഡിലെ പാനിൻ്റെ അകത്ത് നമുക്ക് ഒരു സ്ലൈഡ് സെലക്ട് ചെയ്യാം. അത് കഴിഞ്ഞ ശേഷം ഹോം ടാബിൽ പോവുക. നമ്മളിപ്പോൾ ന്യൂ സ്ലൈഡ് എടുത്ത പോലെ തന്നെ
അതിൻ്റെ അകത്ത് ആ ന്യൂ സ്ലൈഡ് ബട്ടൺ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പം അതിൻ്റെ അകത്ത് ഓപ്ഷൻ വരും ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറഞ്ഞുകൊണ്ട്. ക്ലിക്ക് ഓൺ ഡ്യൂപ്ലിക്കേറ്റ് സെലക്റ്റഡ് സ്ലൈഡ് ഓപ്ഷൻ, അതായത് ഡ്യൂപ്ലിക്കേറ്റ് സെലക്റ്റഡ് സ്ലൈഡ് എന്ന് പറഞ്ഞുകൊണ്ട് കിടപ്പുണ്ട്. അത് നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് സ്ലൈഡ് ഓൺ ദ സെലക്റ്റഡ് സ്ലൈഡ് വിൽ ബി ആഡഡ് ടു ദ പ്രസൻറ്റേഷൻ. നമ്മുടെ പ്രസൻറ്റേഷൻ്റെ അകത്ത് ആ ഡ്യൂപ്ലിക്കേറ്റ് സ്ലൈഡ് എന്ത് ചെയ്യുന്നു, ആഡ് ആവുന്നു. മനസ്സിലാവുന്നു? ആ സെയിം കണ്ടൻറ്റുള്ള സെയിം സ്ലൈഡ് തന്നെ ഒരെണ്ണം കൂടെ എന്ത് ചെയ്യുന്നു, നമ്മൾ സെലക്ട് ചെയ്തതിൻ്റെ താഴെയായിട്ട് ആഡ് ആവുന്നു. അപ്പോൾ സെലക്ട് എ സ്ലൈഡ് ആഫ്റ്റർ വിച്ച് യു വാണ്ട് ടു ആഡ് എ ന്യൂ സ്ലൈഡ്. ക്ലിക്ക് ഓൺ ദ ഹോം ടാബ്, then click on the new slide button in the slides menu. A menu appears. Click on duplicate selected slides option. Slide on the selected slide will be added to the presentation. Next one is how can we remove a slide in the presentation. If an existing slide in your presentation is no longer required, it can be removed easily. The following steps to remove a slide from the presentation. First one, select the slide that you want to remove. Then click on the delete key. The selected slide will be removed from the presentation. Alternatively, right click the selected slide in the slide tab. A menu appears. Click on delete slide option. The selected slide will be removed from the presentation. അതായത് ചില സമയം നമ്മൾ പ്രസൻറ്റേഷൻ ചെയ്തുകൊണ്ടിരിക്കവേ തന്നെ നമുക്ക് ആ നിലനിൽക്കുന്ന നമ്മൾ ചെയ്ത സ്ലൈഡിലെ ആ ഒരെണ്ണം വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് റിമൂവ് ചെയ്യാൻ പറ്റും. എങ്ങനെയായിരിക്കും? ആ വേണ്ടാത്ത സ്ലൈഡ് നമ്മൾ സെലക്ട് ചെയ്ത ശേഷം എന്ത് ചെയ്താൽ മതി, ഡിലീറ്റ് കീ, നമ്മുടെ കീബോർഡിൻ്റെ അകത്ത് ഡിലീറ്റ് കീ പ്രസ് ചെയ്താൽ ആ സ്ലൈഡ് എന്ത് ചെയ്തു, നമ്മുടെ പ്രസൻറ്റേഷനിൽ നിന്ന് റിമൂവ് ആയി പോകും. ഇങ്ങനെ ഡിലീറ്റ് ചെയ്യുന്നതെന്ന് പറയുന്നത് ഒരു മെത്തേഡാണ്. അടുത്തെന്ന് പറയുന്നത് നമുക്ക് ഏത് സ്ലൈഡ് ചെയ്യും അതിനെ സെലക്ട് ചെയ്ത ശേഷം റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു മെനു അപ്പിയർ ചെയ്യും. ആ മെനുവിൽ നിന്ന് ഡിലീറ്റ് സ്ലൈഡ് ഓപ്ഷൻ എന്നും പറഞ്ഞുകൊണ്ടുണ്ട്, അതായത് ഡിലീറ്റ് സ്ലൈഡ് എന്നുണ്ട്. അത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഏത് സ്ലൈഡാണോ റിമൂവ് ചെയ്യേണ്ടത് നമുക്ക് ആ സ്ലൈഡ് നമ്മുടെ പ്രസൻറ്റേഷനിൽ നിന്നും റിമൂവ് ആയി പോകും. മനസ്സിലാവുന്നുണ്ടോ? ഇങ്ങനെയാണ് രണ്ട് മെത്തേഡിലൂടെ നമുക്ക് സ്ലൈഡിനെ റിമൂവ് ചെയ്യാൻ പറ്റുന്നത്. ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് സെലക്ട് ദ സ്ലൈഡ് ദാറ്റ് യു വാണ്ട് ടു റിമൂവ്. ക്ലിക്ക് ഓൺ ദ ഡിലീറ്റ് കീ. ദ സെലക്റ്റഡ് സ്ലൈഡ് വിൽ ബി റിമൂവ്ഡ് ഫ്രം ദ പ്രസൻറ്റേഷൻ. നെക്സ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് റൈറ്റ് ക്ലിക്ക് ദ സെലക്റ്റഡ് സ്ലൈഡ് ഇൻ ദ സ്ലൈഡ് ടാബ്. എ മെനു അപ്പിയേഴ്സ്. ക്ലിക്ക് ഓൺ ദ ഡിലീറ്റ് സ്ലൈഡ് ഓപ്ഷൻ. The selected slide will be removed from your presentation. Next one is slide sorter. Slide sorter view in PowerPoint permits the user to view and sort all the slides. To switch to slide sorter view, click the slide sort button in the presentation view group on the view tab of the ribbon. അതായത് ഈ സ്ലൈഡ് സോർട്ടർ വ്യൂ എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ സ്ലൈഡ്സിനെ എല്ലാം ഒരുമിച്ച് വ്യൂ ചെയ്യാൻ പറ്റും. അതായത് എത്ര സ്ലൈഡാണോ നമ്മൾ ആ പവർ പോയിൻ്റ് ചെയ്തേക്കുന്നത്, ക്രിയേറ്റ് ചെയ്തേക്കുന്നത്, അതിനെയെല്ലാം നമ്മുടെ ഒറ്റ സ്ക്രീനിൻ്റെ അകത്ത്, മോണിറ്ററിലെ ഒറ്റ സ്ക്രീനിൻ്റെ അകത്ത് നമുക്ക് എല്ലാ സ്ലൈഡുകളെയും കാണാൻ സാധിക്കും. ഇത് നമ്മൾ സെലക്ട് ചെയ്യുന്നതെന്ന് പറയുന്നത് നമ്മുടെ റിബൺ ടാബിലെ വ്യൂ എന്ന് പറഞ്ഞ മെനുവിൻ്റെ അകത്ത് പ്രസൻറ്റേഷൻ വ്യൂസിൻ്റെ അകത്താണ് ഈ സ്ലൈഡ് സോർട്ടർ ഉള്ളത്. In slide sorter view, the user can rearrange, insert, delete and copy the slides in the presentation. അതായത് ഈ സ്ലൈഡ് സോർട്ടർ വ്യൂ നമ്മൾ പറഞ്ഞ് എന്താണ്, നമ്മൾ ചെയ്തേക്കുന്ന പ്രസൻറ്റേഷൻ്റെ അകത്ത് എല്ലാ സ്ലൈഡ്സും ഒരുമിച്ച് ഒരു വിൻഡോയിൽ വരുന്നു. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് റീഅറേഞ്ച് ചെയ്യാം. അപ്പോൾ എനിക്ക് ഒന്നാമത്തെ സ്ലൈഡാണ് നാലാമത് വരേണ്ടത് എങ്കിൽ ഈസി ആയിട്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, റീഅറേഞ്ച് ചെയ്യാം. അതായത് പൊസിഷൻ റീഅറേഞ്ച് ചെയ്യാം. ഒന്നാമത്തത് ലാസ്റ്റിലോട്ടോ, ലാസ്റ്റിലെത്തത് ഫസ്റ്റിലോട്ടോ, അല്ല മിഡിലോട്ടോ നമുക്ക് അറേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാറ്റാൻ പറ്റും. അല്ല അടുത്ത പുതിയൊരു സ്ലൈഡ് ഇൻസേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ വെച്ച് ഇൻസേർട്ട് ചെയ്യാം. നിലവിലുള്ളതിൽ ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ ഡിലീറ്റ് ചെയ്യാം. അല്ല ഒരു സ്ലൈഡിന് തന്നെ ഒരെണ്ണം കോപ്പി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ സ്ലൈഡിൻ്റെ ഒരു കോപ്പിയും ചെയ്യാൻ പറ്റും. The slide displays all the slides presentation as thumbnail pictures. അതായത് thumbnail picturesലായിരിക്കും നമ്മുടെ ആ സ്ലൈഡുകൾ എന്ത് ചെയ്യുന്നത് ആയിട്ട് ഇരിക്കുന്നത്.
To change the order of the slides, click and drag the slide to the required position and then release the mouse button. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ സ്ലൈഡിനെ പൊസിഷൻ മാറ്റാൻ വേണ്ടിയിട്ടുള്ള എളുപ്പ വഴി എന്ന് പറയുന്നത് ആ സ്ലൈഡിൽ ചെന്ന ശേഷം മൗസ് പോയിൻ്റർ ക്ലിക്ക് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാതെ അത് ഡ്രാഗ് ചെയ്തിട്ട് ഏത് പൊസിഷനിലാണോ നമുക്ക് കൊണ്ടുവന്ന് പ്ലേസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അവിടെ വന്ന ശേഷം മൗസ് ബട്ടൺ എന്ത് ചെയ്താൽ മതി, റിലീസ് ചെയ്താൽ മതി. അപ്പോൾ ഈ സ്ലൈഡ് എന്ത് ചെയ്ത് മൂവ് ചെയ്ത് നമുക്ക് ഏത് പൊസിഷനിലായിരുന്നോ വേണ്ടത് അവിടെ പ്ലേസ് ആവും. Then to delete slides in slide sorter view, click them once to highlight them, then press the delete key on the keyboard. നമുക്ക് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, ആ സ്ലൈഡ് സെലക്ട് ചെയ്ത ശേഷം ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്ത ശേഷം ഡിലീറ്റ് കീ പ്രസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുന്നു, നമ്മളുടെ പ്രസൻറ്റേഷനിൽ നിന്നും അത് ഡിലീറ്റായി പോകുന്നു. അപ്പോൾ ഈ സ്ലൈഡ് സോർട്ടർ വ്യൂവിലിട്ടാണ് നമ്മൾ നമ്മുടെ സ്ലൈഡ് റീഅറേഞ്ച് ചെയ്യുന്നതോ അല്ലെങ്കിൽ എഡിറ്റ് ചെയ്യുന്നതോ അല്ലെങ്കിൽ നമ്മൾ ഡിലീറ്റ് ചെയ്യുന്നതോ കോപ്പി ചെയ്യുന്നതോ ഡ്യൂപ്ലിക്കേറ്റ് കോപ്പീസ് എടുക്കേണ്ടതോ ഒക്കെ ആണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഹാൻഡിൽ ചെയ്യാൻ പറ്റും. മറ്റേ വ്യൂവിൽ നോർമൽ വ്യൂവിലാണ് നമ്മളുള്ളതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പൊസിഷനൊക്കെ റീഅറേഞ്ച് ചെയ്യുന്നത് ഭയങ്കര കൺഫ്യൂസിങ് ആയിട്ട് തോന്നും. ഈ നോർമൽ വ്യൂവിലല്ലാതെ സ്ലൈഡ് സോർട്ടർ വ്യൂവിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഈ പ്രസൻറ്റേഷൻ എന്ത് ചെയ്യാൻ പറ്റും, ഈ കാര്യങ്ങളെല്ലാം ഹാൻഡിൽ ചെയ്യാൻ ഈസി ആയിട്ട് പറ്റും. Today's assignment question is, write the steps for creating a new slide. Second question, write the steps for creating a duplicate slide. Third question, write the steps for removing a slide. First question, write the steps for creating a new slide. Second question, write the steps for creating a duplicate slide. Third question is, write the steps for removing a slide. ഇനിയൊരു ഡെമോ ആണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. എങ്ങനെയാണ് പവർ പോയിൻറ്റിൻ്റെ അകത്തൊരു സ്ലൈഡ് ആഡ് ചെയ്യുന്നതെന്നുള്ളതാണ്. നമ്മൾ ബ്ലാങ്ക് പ്രസൻറ്റേഷൻ ഓപ്പൺ ചെയ്തു നോക്കി, ഒരൊറ്റ സ്ലൈഡായിരിക്കും നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റുന്നത്. ഒറ്റ സ്ലൈഡേ നമ്മുടെ പവർ പോയിൻറ്റിൻ്റെ അകത്ത് വ്യൂ ആവത്തുള്ളൂ. നോക്കി, ഇനി നമ്മൾ പുതിയ സ്ലൈഡ് ആഡ് ചെയ്യുന്നതെന്ന് പറയുന്നത് ന്യൂ സ്ലൈഡ്. അവിടെ കണ്ട ഓപ്ഷൻ ന്യൂ സ്ലൈഡിൻ്റെ അകത്ത് കുറേ ലേഔട്ടുകൾ വന്നു. ആ ലേഔട്ടിൽ നിന്നും ഏതെങ്കിലും ഒരെണ്ണം നമുക്ക് വേണമെന്ന നമ്മുടെ പവർ പോയിൻറ്റിലേക്ക് ഏതെങ്കിലും ഒരെണ്ണം നമുക്ക് സെലക്ട് ചെയ്തെടുക്കാൻ പറ്റും. നോക്കിയാൽ ഒരുപാട് ലേഔട്ടുകളുണ്ട്. അതിൽ നിന്ന് ഒരെണ്ണം ക്ലിക്ക് ടു ആഡ് ടൈറ്റിൽ, ക്ലിക്ക് ടു ആഡ് സബ് ടൈറ്റിൽ എന്നുള്ള ഒരു ലേഔട്ട് ഞാൻ സെലക്ട് ചെയ്തെടുത്തു. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ടൈറ്റിൽ ബാറിൻ്റെ അവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളുടെ പവർ പോയിൻ്റ് ചെയ്യുന്നതിൻ്റെ കണ്ടൻറ്റിൻ്റെ ടൈറ്റിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. എന്ത് വേണമെങ്കിലും കൊടുക്കാം. ഇപ്പോൾ ഇൻട്രൊഡക്ഷനോ എന്തെങ്കിലും ഹെഡിങ്ങുകൾ എന്തെങ്കിലും. പിന്നെന്താണ് അതിൻ്റെ അകത്തെ കണ്ടൻറ്റ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ അതും ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ കൊടുത്തു കഴിഞ്ഞ ശേഷം വീണ്ടും നിങ്ങൾക്ക് ഒരു സ്ലൈഡ് കൂടെ ആഡ് ചെയ്യണം, വേറെ ഏതെങ്കിലും ഒരു ലേഔട്ട്. മനസ്സിലാവുന്നുണ്ടോ? അതിന് വേണ്ടിയിട്ട് ന്യൂ സ്ലൈഡ്, പിന്നെന്താണ് ഇവിടെ കമ്പാരിസൺ എന്നും പറഞ്ഞുകൊണ്ടുണ്ട്. ആ കമ്പാരിസൺ എന്നുള്ളത് ഞാൻ സെലക്ട് ചെയ്തെടുത്തു. അവിടെ എന്ത് ചെയ്യണം, ഹെഡിങ് കൊടുക്കാം. നിങ്ങൾക്ക് 2 കോളമായിട്ട് എന്തെങ്കിലും പോയിൻറ്റ്സുകളൊക്കെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആഡ് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് കോളത്തിൻ്റെ അകത്ത് എന്തെങ്കിലും ഒരു പോയിൻ്റ് ആഡ് ചെയ്തു, അല്ലെങ്കിൽ സെക്കൻഡ് ആഡ് ചെയ്തു, പിന്നെ അപ്പുറത്തെ കോളത്തിൻ്റെ അകത്ത് വീണ്ടും. അതാണ് ലേഔട്ട് എന്ന് പറയുന്നത്. അതായത് ആ നമ്മൾ കൊടുക്കുന്ന പവർ പോയിൻറ്റിൻ്റെ ഒരു ഓവർവ്യൂ. മനസ്സിലാവുന്നുണ്ടോ? അതിൻ്റെ ഒരു ലേഔട്ടാണ് അവിടെ കണ്ടിട്ട് നമ്മൾ സെലക്ട് ചെയ്ത ശേഷം നമ്മൾ കണ്ടൻറ്റ് എന്ത് ചെയ്യുന്നു, ടൈപ്പ് ചെയ്ത് കൊടുത്തു. അപ്പോൾ മനസ്സിലായോ എങ്ങനെയാണ് ഒരു സ്ലൈഡ് ആഡ് ചെയ്യുന്നത്, ഒരു പവർ പോയിൻറ്റിൻ്റെ അകത്ത് എങ്ങനെയാണ് ഒരു സ്ലൈഡ് ആഡ് ചെയ്യുന്നതെന്നുള്ളതാണ് ഈ കാണിച്ചേക്കുന്നത്. ഇനി അടുത്ത നോക്കിയേ, വീണ്ടും ന്യൂ സ്ലൈഡ് എടുത്ത് നമുക്ക് അടുത്ത ഏതെങ്കിലും, അതായത് കുറേ ലേഔട്ടുകളുണ്ട്, അതിൻ്റെ അടുത്ത ഏതെങ്കിലും ഒരെണ്ണമാണ് വേണ്ടുന്നത്. അതിൻ്റെ അകത്ത് നമുക്ക് ഒരെണ്ണം കൂടെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് കണ്ടോ, വീണ്ടും നമുക്ക് ഒരു സ്ലൈഡും കൂടെ വേണമെങ്കിൽ ആഡ് ചെയ്യാം. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പോൾ എത്ര സ്ലൈഡുണ്ട്, നമുക്ക് 3 സ്ലൈഡുണ്ട്. അതായത് ടോട്ടൽ നമ്പർ ഓഫ് സ്ലൈഡ്സ് എന്ന് പറയുന്നത് 3 ആണ്. അത് കഴിഞ്ഞ ശേഷം ഒന്നിൻ്റെ ഒരെണ്ണോടെ വന്നതാണ് ഡ്യൂപ്ലിക്കേറ്റ്. ആ ന്യൂ സ്ലൈഡിൻ്റെ അകത്ത് ഡ്യൂപ്ലിക്കേറ്റ് സെലക്റ്റഡ് സ്ലൈഡ് എന്നുള്ളത് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തപ്പോഴാണ് ആ ഒരേ സ്ലൈഡിൻ്റെ തന്നെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് കോപ്പിയും കൂടെ വന്നു. ഇപ്പോൾ ടോട്ടൽ 4 സ്ലൈഡുണ്ട്. മനസ്സിലാവുന്നുണ്ട്? ഒരു സ്ലൈഡിൻ്റെ തന്നെ എന്ത് ചെയ്തു, അഡീഷണൽ ഒരു സ്ലൈഡും കൂടെ, അതായത് ഒരു സ്ലൈഡിൻ്റെ ഒരു കോപ്പിയും കൂടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. മനസ്സിലായോ? ഇപ്പോൾ ടോട്ടൽ സ്ലൈഡ് എന്ന് പറയുന്നത് 4 എണ്ണമാണുള്ളത്. ഇല്ല നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ റൈറ്റ് ക്ലിക്ക് ചെയ്ത ശേഷം ഡിലീറ്റ് എന്നുള്ളത് പ്രസ് ചെയ്തു.
അപ്പോൾ എന്ത് ചെയ്തു, നമ്മുടെ നിന്ന് ഒരു സ്ലൈഡ് എന്ത് ചെയ്യുന്നു, ഡിലീറ്റ് ചെയ്യുന്നു. മനസ്സിലാവുന്നുണ്ടോ? ആ വേണ്ടുന്ന സ്ലൈഡിനെ സെലക്ട് ചെയ്ത ശേഷം റൈറ്റ് ക്ലിക്ക് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്ലൈഡ് ഡിലീറ്റ് ചെയ്യാൻ പറ്റും. ഇനി സ്ലൈഡ് സോർട്ടർ വ്യൂ നോക്കിയേ, വ്യൂവിൻ്റെ അകത്ത് സ്ലൈഡ് സോർട്ടർ എന്നുള്ള വ്യൂ നോക്കിയേ. അന്നേരം എന്തായിരിക്കും, നമ്മുടെ സ്ലൈഡ് എത്ര സ്ലൈഡ് ഉണ്ടോ ആ സ്ലൈഡ് ഒരു വിൻഡോയ്ക്കകത്ത് എന്ത് ചെയ്യുന്നു, നമുക്ക് വ്യൂ ചെയ്യാൻ പറ്റുന്നു. നോക്കിയാൽ 3 സ്ലൈഡാണുള്ളത്. ഇനി നമ്മൾ പറഞ്ഞു ഇതിനെ റീഅറേഞ്ച് ചെയ്യാം, നമുക്ക് എഡിറ്റ് ചെയ്യാം, പിന്നെന്താണ്, നമുക്ക് ഡിലീറ്റ് ചെയ്യാം, നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി എന്തെങ്കിലും വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യുകയും ചെയ്യാം. നോക്കിയേ, ഫസ്റ്റ് സ്ലൈഡിനെ നമുക്ക് ഡ്രാഗ് ചെയ്ത് വേണമെങ്കിൽ നമുക്ക് തേർഡിലോട്ട് നമുക്ക് മാറ്റാം. എങ്ങനെ, മൗസ് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഡ്രാഗ് ചെയ്ത ശേഷം മാറ്റാം. ഡിലീറ്റ് ചെയ്യുന്നത് റൈറ്റ് ക്ലിക്ക് ചെയ്ത ശേഷം നമുക്ക് ഡിലീറ്റ് ചെയ്യുകയും ചെയ്യാം. മനസ്സിലാവുന്നുണ്ടോ? അതായത് നമുക്ക് 3 സ്ലൈഡ് ഉള്ളതിൽ ഇപ്പോൾ എന്തായി, 2 സ്ലൈഡായി. നമ്മുടെ നോർമൽ വ്യൂവിൽ വന്നപ്പം അത് 2 സ്ലൈഡായിട്ട് നിൽക്കുന്നു. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പോൾ നമ്മുടെ ടോട്ടൽ 2 സ്ലൈഡ്സ് ആണ് ഉള്ളത്. അതാണ് സ്ലൈഡ് സോർട്ടർ വ്യൂവിൽ നിന്ന് നമ്മൾ നോർമൽ വ്യൂവിലേക്കാണ് ഈ വന്നിരിക്കുന്നത്. ഇനി എങ്ങനെയാണ് നമ്മൾ സ്ലൈഡ് ആഡ് ചെയ്യുന്നതെന്നുള്ളതും, പിന്നെന്താ അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് കീ എങ്ങനെയാണ്, പിന്നെന്താണ് റിമൂവ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഇത്രയാണ് നമ്മൾ നോക്കിയത്.